ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം ഈവനിങ് എൻ്റെ എങ്ങനെ പോയി എന്നാണ് കേട്ടോ ഞാൻ പറയണത്. അപ്പോൾ ഞാൻ റിതുട്ടൻ ഉറക്കത്തുനിന്ന് നീറ്റ്, അപ്പം നീറ്റ് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഓന് ചെരുപ്പൊക്കെ ഇട്ടിട്ട് മുറ്റത്തിലേക്ക് കളിക്കാൻ വേണ്ടി വന്നു. അവനെ എനിക്ക് മുറ്റം അടിക്കുക, ഓന് കളിക്കുകയും ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ടിങ് ഞാൻ വേഗം ചെരുപ്പൊക്കെ ഇട്ടെടുത്ത് അപ്പോൾ ഞാൻ അടിക്കാൻ തുടങ്ങി കേട്ടോ. ഞങ്ങളുടെ മുറ്റം എന്ന് പറയുമ്പോൾ ഏകദേശം ഉണ്ട്, ഒരു 3 സൈഡൊക്കെ അടിക്കാനുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് അടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് കേട്ടോ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 1 മണിക്കൂറൊക്കെ വേണ്ടി വരും. അപ്പോൾ ഞാൻ ഫ്രണ്ട് ഭാഗം അടിക്കാൻ തുടങ്ങി, കിണറിൻ്റെ റൈറ്റ് സൈഡ്. അപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ കാണാൻ എത്ര എന്താ അടിക്കാനുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാനത് അടിച്ചിട്ട് ഞാൻ അവിടെ കൂട്ടി വയ്ക്കുക ചെയ്യാം. അപ്പോൾ ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടിച്ച ഭാഗമുണ്ട്, കൂട്ടി വെച്ച സാധനത്തിന് ഈ റിതുട്ടൻ എന്ത് ചെയ്ത് അതിൽ കയറി ഇങ്ങോട്ട് നടക്കുക, അതിനെ അങ്ങോട്ട് മാറ്റിയിടും. ഓനൊരു രസം ഓന്. അപ്പോൾ പിന്നെ ഞാൻ രണ്ടാമത്തെ ഭാഗം അടിക്കാൻ നിന്ന്. ഇപ്പോൾ അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. റിതുട്ടൻ അപ്പുറത്ത് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇവിടെ ചണ്ടിയൊന്നും ഉണ്ടാവില്ല, അപ്പുറത്താണ് ചണ്ടി ഉണ്ടാവുക, ഇവിടെ പൊടി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ പൊടി ഇങ്ങനെ അടിച്ചു പോവേ. ഇന്ന് വന്നിട്ട് ചണ്ടി പൊതുവേ കുറവാണ്. പിന്നെ ഫ്രണ്ടിലും അടിക്കാമെന്ന് ഞാൻ ഇത് ഇപ്പോൾ അടിച്ചത് മുഴുവൻ മിറ്റാണ് കേട്ടോ, ഫ്രണ്ടിലത്തെ മിറ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് റിതുട്ടൻ ഇങ്ങോട്ട് ഓടി വരിക, കാശിയും ഋതുവും കൊണ്ടിട്ട് ഇങ്ങനെ കളിക്കുകയായിരുന്നു. അവിടെ അപ്പുറത്ത് മാം അടിച്ചു കയറി. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്ത് അമ്മ വന്ന്, ഞാൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അമ്മ എത്തി. അമ്മ പണിക്ക് ഇവിടെ അടുത്ത് ഒരു പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അവിടെ പണിക്ക് പോയി എത്തി. പിന്നെ എൻ്റെ പണി ഇനി കഴിഞ്ഞില്ല, അടിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, പൊതുവെ ഇന്ന് കുറച്ച് ചണ്ടി കുറവാണ്. അല്ലെങ്കിൽ എന്നും നല്ല ചണ്ടി ഉണ്ടാവും, ഇപ്രാവശ്യം ചണ്ടി കുറവാണ്. അപ്പോൾ ഫ്രണ്ടിപ്പോൾ ഏകദേശം കഴിയാനായി. അവിടെ കൂട്ടി വെച്ച് അത് ഞാൻ വാരി എടുത്തിട്ടു ആ ചണ്ടി. പിന്നെ സൈഡ് ഈ തുണി അളക്കുന്ന സ്ഥലത്ത് രണ്ടാം ബാക്ക് സൈഡാണ്. അപ്പോൾ അവിടെ ചെറുതായിട്ടേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡ് പോകേണ്ടി വരും. അപ്പുറത്താണ് കുറച്ച് ചണ്ടി, അവിടെ കുട്ടികളുടെ കളിപ്പാട്ടും അതൊക്കെ ഉണ്ടാവും, അവിടെ മാറ്റി വെച്ച് ഇങ്ങനെ അടിച്ച് പോകണം. ഇവിടെ അത്രയ്ക്കും ചണ്ടി ഉണ്ടാവില്ല, ഇവിടെ കല്ലാണ് ഉണ്ടാവുക. അപ്പോൾ പിന്നെ അപ്പുറത്ത് അടിക്കാൻ തുടങ്ങി. അവിടെ ചെമ്പരത്തിയുടെ ഇല ഉള്ളതുകൊണ്ട് അവിടെ പൂവ് മാത്രം ഉണ്ടാവുള്ളൂ. അപ്പോഴും മക്കൾ ഞങ്ങൾ എവിടേക്കാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ വന്ന് കളിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഏകദേശം അടിച്ച് കഴിഞ്ഞ് ഈ അടിച്ചതൊക്കെ വേറെ സ്ഥലത്ത്, ഇവിടെ തീ കത്തിക്കാനുള്ള സ്ഥലമുണ്ട് അപ്പുറത്ത്, അവിടെ അടിച്ച്. പിന്നെ ഇതാണ് ബാക്ക് സൈഡ്, ബാക്കിലാണ് സൈഡിലുള്ളത്. അപ്പോൾ അവിടെ 2 ഭാഗമുണ്ട്. അപ്പോൾ ഒരു സൈഡ് അടിച്ച് പിന്നെ രണ്ടാമത്തെ സൈഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കുഴപ്പമൊന്നുമില്ല, ഇവിടെ പുലിമരമുണ്ട്. അപ്പോൾ പിന്നെ അത് അടിക്കാനുള്ളൂ. പിന്നെ കാറിൻ്റെ ബാക്ക് സൈഡ്, അപ്പോൾ അത് ഒരു സൈഡാണ് വരിക. അപ്പോൾ ഞാൻ 2 ഭാഗമായിട്ടാണ് അടിക്കുക. അപ്പോൾ ഏകദേശം ഇത് കഴിയാനായിട്ടുണ്ട്. ഇവിടെയും കൂടി കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ്. അടിച്ചു വാറൽ എന്ന് പറയുമ്പോൾ എനിക്ക് പറഞ്ഞിട്ടുള്ള 1 മണിക്കൂർ വേണം. പിന്നെ റിതുട്ടൻ്റെ അച്ഛ വന്നപ്പോൾ എല്ലാവരും കൂടി ഓടി, കാശിയും റിതുട്ടനും കൂടി ഓടി അച്ഛാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അച്ഛനും മോനും കൂടി ഇങ്ങനെ വർത്താനം പറഞ്ഞിങ്ങനെ വരുന്നുണ്ട്. ഏട്ടൻ ഇപ്പോൾ പണി കഴിഞ്ഞിട്ട് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഓൻ്റെ കൂടെ ഏട്ടൻ പോയി. പിന്നെ ഒരു ഉമ്മ ചോദിച്ചപ്പോൾ ഓൻ തന്നു ചെയ്ത്. പിന്നെ അമ്മ അവിടെ കോഴീനെ വന്നിട്ട് കൂട്ടിലാക്കായിരുന്നു, അതിന് ചോറൊക്കെ കൊടുത്തിരുന്നു. പിന്നെ റിതുട്ടനും കാശിയും കൂടി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നല്ല കളിയായിരുന്നു. അപ്പോൾ അവരിങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ച്. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് ഓനെ ഉള്ളിലേക്ക് കയറ്റി ഊഞ്ഞാലൊക്കെ കളിപ്പിച്ച് കുറച്ച് നേരം അതിലൊക്കെ കളിച്ച്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മേലെ കഴുകി, പിന്നെ തുണിയൊക്കെ അലക്കി അത് ചിക്കിയിടാന്നിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വിളക്ക് കത്തിച്ച് കേട്ടോ. നേരം വൈകി പോയി, 6:15 അപ്പോൾ ഞാൻ വിളക്ക് കത്തിച്ച് ഞാൻ അവിടെ ഇരുന്ന്. ഇതാണ് ഇന്ന് ഈവനിങ് വ്ലോഗ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.